അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ പ്രാധാന്യമർഹിക്കുന്ന നിരവധി പാലങ്ങളുണ്ട്. സാൻ ഫ്രാൻസിസ്കോയിലെ ഓക്ക്ലാൻഡ് വഴി ഞങ്ങളുടെ കാർ അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാലം 2 നിലകളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് 1930കളിലാണെന്നതാണ് ഏറെ അതിശയം തോന്നുന്നത്. മുകളിലത്തെ നിലയിലൂടെ എതിർദിശയിലേക്കുള്ള വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ മറ്റൊരു ദൃശ്യം എൻ്റെ വീഡിയോയിൽ ലഭ്യമാണ്. കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിൽ വ്യാപിച്ചു കിടക്കുന്ന പാലങ്ങളുടെ ഒരു സമുച്ചയമാണ് ഈ ബേ ബ്രിഡ്ജ്. ഇൻ്റർസ്റ്റേറ്റ് 80ൻ്റെ ഭാഗമാണ് ഈ പാലം. സാൻ ഫ്രാൻസിസ്കോയ്ക്കും ഓക്ക്ലാൻഡിനും ഇടയിലുള്ള നേരിട്ടുള്ള റോഡ് കൂടിയാണ് ഇത്. കൂടാതെ യെർബ ബ്രൂണ ദ്വീപിലേക്കുള്ള ഒരു തുരങ്ക ഭാഗവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സാൻ ഫ്രാൻസിസ്കോ നഗരത്തിൽ നിന്നും യെർബ ബ്രൂണ വഴി ഓക്ക്ലാൻഡിലേക്ക് സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിനെ ബന്ധിപ്പിക്കുന്ന സങ്കീർണമായ ക്രോസിംഗ് ആണ് ഈ ബേ ബ്രിഡ്ജ്. 20ാം നൂറ്റാണ്ടിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിലൊന്നായ ഇത് 1930കളിൽ CH പർസലിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ്. 1936 നവംബർ 12-നാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. മുഴുവൻ സ്പാനും അടക്കം ഏകദേശം 8 മൈൽ 13 കിലോമീറ്റർ നീളമുള്ളതാണ് എന്നതാണ് മറ്റൊരു അതിശയം. ഈ പാലം കേടുകൂടാതെ 95 വർഷം പിന്നിട്ടു. ഇതൊക്കെയാണ് അമേരിക്കയിലെ അതിശയങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.